ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ അതെ, ഞാൻ ഈ സ്നോ എല്ലാമായിട്ടിരിക്കുന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കാനഡയിൽ ഒരു 2-3 ദിവസമായിട്ട് നമുക്ക് സ്നോഫോൾ തുടങ്ങിയിട്ടുണ്ട്. വിൻ്റർ ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്തു. ഇച്ചിരി നേരത്തെയാണെന്നാണ് കനേഡിയൻസ് ഒക്കെ പറയുന്നത്. എന്താണെങ്കിലും ഞാൻ വിൻ്റർ ആവാൻ വേണ്ടി ഒട്ടും റെഡി ആയിരുന്നില്ല. ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഞാൻ ഇവിടുത്തെ സ്നോ ഒക്കെ കാണിച്ചു തരാം. ഞാൻ ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് രാവിലെ ഇങ്ങനെ വണ്ടിയിൽ കയറിയിരിക്കുകയാണ്. അങ്ങനെ ഫൈനലി ഞാൻ എൻ്റെ വർക്ക് ചെയ്യുന്ന സ്കൂളിലെത്തി. യൂഷ്വലി ഒരു 10 മിനിറ്റിലൊക്കെ എത്തുന്നതാണ്. ഇതൊരു കുറേ ടൈം എടുത്തു നമ്മൾ അവിടെ നിന്ന് ഇവിടം വരെ എത്താൻ വേണ്ടിയിട്ട്. എന്താണെങ്കിലും ഇവിടെ എത്തി. റോഡിലൊക്കെ ഫുൾ സ്റ്റക്കും സ്നോയും ഒക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. സ്കൂളിൽ നിന്ന് എത്ര പേര് വരും? ഇവിടെ മിക്കവാറും യൂഷ്വലി സ്നോ ഒക്കെ ഉള്ളപ്പോഴേക്കും മറ്റേ ബസ്സൊക്കെ ക്യാൻസൽ ചെയ്ത് പിള്ളേർക്ക് കുറവായിരിക്കും. അപ്പോൾ ഇന്ന് എന്താവും അറിയില്ല, നോക്കാം. ഇവിടെ യൂഷ്വലി ഈ ഒരു ടൈം ആകുമ്പോഴേക്കും എല്ലാവരും എത്തുന്നതാണ്. ഇവിടെ ആരും വന്നിട്ടില്ല. നമ്മളുടെ ഗ്രൂപ്പിൽ എല്ലാവരും മെസ്സേജ് അയക്കുന്നുണ്ട്, ഭയങ്കര സ്നോ ആണ്, പയ്യെ വരാൻ പറ്റുള്ളൂ, കുറേ ടൈം എടുക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ ഏതായാലും ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് പയ്യെ സ്നോയിലൂടെ നടന്ന് വീട്ടിലോട്ട് പോവുകയാണ്. അങ്ങോട്ട് പോയപ്പോഴേക്കും വിവി കൊണ്ട് വിട്ടു. പക്ഷെ ഇങ്ങോട്ട് തിരിച്ചു പോരാൻ നേരത്ത് വിവി ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ബസ്സൊക്കെ പിടിച്ചിട്ടാണ് വന്നത്. 2 ബസ് എടുക്കണം എനിക്ക് വീട്ടിലോട്ട് വരണമെങ്കിൽ. വീട്ടിലോട്ട് വരണമെങ്കിൽ എനിക്ക് 2 ബസ് എടുക്കണം. അപ്പോൾ ഞാൻ 2 ബസ് എടുത്തു. എന്നിട്ട് ഞാൻ ചില സമയത്ത് എനിക്ക് വീടിൻ്റെ അടുത്തുള്ളൊരു ബസ് സ്റ്റോപ്പിൽ ബസ് നിർത്തും. പക്ഷെ ഇന്ന് കിട്ടിയ ബസ് വീട്ടിൽ നിന്ന് കുറച്ച് ദൂരെയാണ് നിർത്തുന്നത്. അപ്പം ഞാൻ പയ്യെ എൻ്റെ സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് ഹാറ്റും സാധനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വലിയ തണുപ്പുണ്ടെന്ന് വെച്ചാൽ നല്ല തണുപ്പുണ്ട്. പക്ഷേ ഈ ഐറ്റംസ് ഒക്കെ ഉള്ളതുകൊണ്ട് വലിയ സീനില്ല. അപ്പോൾ ഞാൻ വീട്ടിലോട്ട് നടന്നുകൊണ്ടിരിക്കുക. കഴിഞ്ഞ തവണ ഞങ്ങൾക്ക് ഇവിടെ വിൻ്റർ വന്നപ്പോഴേക്കും ഭയങ്കര സീൻ വിൻ്റർ ആയിരുന്നു. കുറേ ദിവസങ്ങളിൽ കുറേ ടൈമിൽ സ്റ്റോം ഉണ്ടായിരുന്നു. ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഈ സ്റ്റോമൊക്കെ വരുമ്പോഴേക്കും എനിക്ക് സ്കൂളിൽ അവധി കിട്ടും. അതുകൊണ്ട് കൊള്ളായിരുന്നു. വലിയ സ്റ്റോമൊക്കെ ആണെങ്കിൽ എനിക്ക് അവധി കിട്ടുന്നുണ്ട്. എനിക്കത് വലിയ സീനില്ലായിരുന്നു. പക്ഷേ ഈ തവണത്തെ വിൻ്ററും കഴിഞ്ഞ തവണത്തെ സെയിം പോലെ ആയിരിക്കും, കുറേ സ്റ്റോം ഉണ്ടായിരിക്കും എന്നൊക്കെയാണ് കനേഡിയൻസ് ഒക്കെ പറയുന്നത്. എന്തായാലും എനിക്ക് അവധി കിട്ടുവാണെങ്കിൽ ഞാൻ ഹാപ്പിയാണ്. അറിയില്ല, പക്ഷേ ഇന്ന് അവധി കിട്ടും എന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ അവധി കിട്ടിയില്ല. അതിന് മാത്രം സ്നോ ഇവിടെ ഇല്ലായിരുന്നു. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 30 സെൻറ്റിമീറ്ററിന് മുകളിലേക്ക് സ്നോ ഉണ്ടെങ്കിലാണ് നമുക്ക് അവധി കിട്ടുന്നത്. അപ്പം സ്കൂൾ ബസ്സൊക്കെ ക്യാൻസൽ ചെയ്യും. സർവീസ് ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അവധി കിട്ടും. ബട്ട് ഇന്ന് ഇവിടെ ജസ്റ്റ് 15 സെൻറ്റിമീറ്റർ സ്നോ ഉള്ളൂ എന്ന് തോന്നുന്നു. അതുകൊണ്ട് അവധിയൊന്നും കിട്ടിയില്ല. പക്ഷേ ഇന്ന് എൻ്റെ സ്കൂളിലൊരു 150 പിള്ളേരോളം വന്നിട്ടില്ല. കുറേ പേര് എൻ്റെ ക്ലാസ്സിലാകെ ഇന്ന് 11 പിള്ളേരേ ഉള്ളായിരുന്നു സ്നോ ആയതുകൊണ്ട്. അങ്ങനെയൊക്കെ. ഫോള് ജസ്റ്റ് ഇവിടെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിൻ്റർ ഇച്ചിരി ഏർലി ആണെന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പം ഫോളിൻ്റെ ലീവ്സൊക്കെ ഇങ്ങനെ ഇവിടെ കിടക്കുന്നതേ ഉള്ളൂ. അപ്പോഴേക്കും സ്നോ എല്ലാം വന്നിട്ട് ആ ലീവ്സിൻ്റെ മുകളിലൊക്കെ വീണ് അങ്ങനെയായി. എനിക്ക് ഫ്ലോള് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അത്ര പെട്ടെന്ന് അത് കഴിയണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമില്ല. ബട്ട് ഇത്തവണ പെട്ടെന്ന് സ്നോ വന്നു. ഇനിയിപ്പോൾ ഒരു വിൻ്റർ വൈബായിരിക്കും. എനിക്ക് വിൻ്റർ അത്ര ഇഷ്ടമില്ല. വിൻ്റർ ഇസ് നോട്ട് മൈ ഫേവറേറ്റ് സീസൺ. ബിക്കോസ് തണുപ്പൊക്കെ ആയതുകൊണ്ട് കാണാൻ രസമാണ്. മഞ്ഞ് വീണ് കിടക്കുന്നത് കാണാനായിട്ട് വീട്ടിനകത്തിരിക്കുമ്പോഴേക്കും നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. ബട്ട് നമ്മൾ പുറത്തിറങ്ങി എവിടെയെങ്കിലും പോകണമെങ്കിലോ ജോലിക്ക് പോകണമെങ്കിലൊക്കെ സ്നോ അത്ര രസമില്ല. കാരണം ഭയങ്കര തണുപ്പാണ്.
പിന്നെ ഈ സ്നോയിലിങ്ങനെ ഈ സംഭവങ്ങളൊക്കെ ഇട്ടിട്ടാണെങ്കിലും പോകുന്നത് അത്ര എളുപ്പമുള്ള പരിപാടിയല്ല. അതുകൊണ്ട് എനിക്ക് വിൻ്റർ അത്ര ഇഷ്ടമില്ല. പക്ഷേ ക്രിസ്മസിൻ്റെ അന്ന് കുറച്ച് സ്നോ പെയ്യുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. ആ ഒരു ക്രിസ്മസ് വൈബ് കിട്ടുമല്ലോ. അല്ലാണ്ട് ബാക്കി ഒരു ദിവസം സ്നോ പെയ്തത് എനിക്കങ്ങനെ ഇഷ്ടമില്ല. കാണാൻ രസമാണ്. അവധിയുള്ള ദിവസം വീട്ടിൽ ഇരുന്നിട്ട് ചുമ്മാ ഇങ്ങനെ സ്റ്റോമൊക്കെ വരുവാണെങ്കിൽ കണ്ടുകൊണ്ടിങ്ങനെ ഇരിക്കുക. അവധിയാണെങ്കിൽ അത് മാത്രമേ കൊള്ളുള്ളൂ. ശരിക്കും സ്നോ ഉള്ളപ്പോൾ ജോലിക്ക് പോകുന്നതും ഒന്നും അത്ര സുഖമുള്ള പരിപാടിയല്ല. ഞാൻ വീടെത്താറായി. വീടിൻ്റെ ഇവിടെയൊക്കെ രാവിലെ ഭയങ്കര സ്നോ ആയിരുന്നു. ഇപ്പോൾ എന്തൊക്കെയോ മറ്റേ മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. വെള്ളമായിട്ട് സ്നോ ഒക്കെ വെള്ളമായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ കാണി അപ്പോൾ അങ്ങനെ ഫൈനലി ഞാൻ വീട്ടിലെത്തി. കുറേ നേരം നടന്നു. മുഖത്തൊക്കെ തൊടാൻ പറ്റുന്നില്ല. മുഖമൊക്കെ ഇങ്ങനെ മറ്റേ ഫ്രീസായിട്ടിരിക്കുകയാണ്. പിന്നെ ഈ വിൻ്ററിൻ്റെ ഒരൊറ്റ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും മഞ്ഞും തണുപ്പും ആയതുകൊണ്ട് മുഖമൊക്കെ കുറേ നമ്മൾ ഈ പുറത്ത് ഭയങ്കരമായിട്ട് ഇറങ്ങുമല്ലോ. അപ്പോൾ ഇങ്ങനെ ഫ്രീസായി കുറച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് കുറച്ച് കളറൊക്കെ വെക്കും. അതൊരു അഡ്വാൻറ്റേജ് ആണ് കേട്ടോ. വേറെ പ്രത്യേകിച്ച് അഡ്വാൻറ്റേജ് ഒന്നുമില്ല ഈ വിൻ്ററിന്. എനിവേസ് ഞാൻ വീട്ടിലെത്തി. അപ്പോൾ ശരി, ഇത് അത്രേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. ചെറിയ വ്ളോഗാണെന്ന് എനിക്കറിയാം. ഞാൻ ജസ്റ്റ് രാവിലെ ജോലിക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോഴേക്കും കുറേ സ്നോ ഒക്കെ കണ്ടപ്പോഴേക്കും എനിക്ക് ഒരു വ്ളോഗ് ചെയ്താലോ എന്നൊരാഗ്രഹം വന്നിട്ട് ചുമ്മാ പെട്ടെന്ന് ഞാൻ പ്ലാൻ ചെയ്യാണ്ട് പെട്ടെന്ന് ചെയ്തൊരു വ്ളോഗാണ്. അപ്പോൾ ഇന്നത്തേക്ക് അത്രേ ഉള്ളൂ. ഇനി ഒരു ദിവസം ശരിക്കും സ്നോ ഉള്ളൊരു ദിവസം ഒരു ലോങ് സ്നോ ഡേ വ്ളോഗ് ചെയ്യണം എന്നാണ് എൻ്റെ പ്ലാൻ. സോ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇന്നത്തേക്ക് അത്രേ ഉള്ളൂ. ബൈ ഗായ്സ്.